തനി നാടനായിട്ടുള്ള ഒരു മീൻകറിയാട്ടോ. സ്രാവ് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു മീൻകറി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം 1/2 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂക്കിയാൽ വറുത്തെടുക്കണം. ഈ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇത് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ചട്ടി ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായ ശേഷം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1 പച്ചമുളക്, 6 ചെറിയ ഉള്ളി അത് നെടുകെ കീറിയത്. ഇനി ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റണം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഒന്ന് മൂപ്പിക്കാം. ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാം. ഇതിലേക്ക് മീൻകറിക്ക് ആവശ്യമുള്ള പുളി ചേർക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്നത് കുടംപുളിയാണ്. അപ്പോൾ ഇതൊന്ന് ഞെരടിയതിന് ശേഷം അത് അതിലേക്ക് തന്നെ ഒഴിക്കാം. അപ്പോൾ കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയിൽ ഒഴിക്കാനും അതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാനും പിന്നെ ഗ്രേവി മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാനും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഒന്ന് തിളക്കട്ടെ. അരച്ച് ചേർത്തേക്കുന്ന കൂട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്രാവിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട് കേട്ടോ. കഷ്ണം ഇട്ടതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കാം. ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് വേകട്ടെ. നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ആകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് താളിച്ചിടണം. മീനിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1 ചെറിയ ഉള്ളി, 1 വറ്റൽമുളക് 2ആയിട്ട് പൊട്ടിച്ചിടാം, കുറച്ച് കറിവേപ്പില. ഇത് മൂക്കിയൊന്ന് വറുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത് മീനിലേക്ക് ഒഴിക്കാം. അപ്പോൾ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ചേർത്തിരിക്കുന്ന ആ മസാലയൊക്കെ ശരിക്കും മീനിൽ പിടിക്കത്തുള്ളൂ കേട്ടോ. ചൂടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ കറി ഒന്നും കൂടെ ഇത് തിക്കാവും. ഇത് അപ്പോൾ നമ്മുടെ സ്രാവ് കറി കണ്ടില്ലേ, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ അത് നല്ല ടേസ്റ്റ് വേണം. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ പുട്ട് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.